Hello, Namaskaram. I am Harsha and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഞാൻ മേക്കപ്പ് കുറച്ചൊരു ഹെവി സൈഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഹെവി സൈഡിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെവി സൈഡ് അല്ല, എന്നാലും ലിപ് ഷെയ്ഡ് ഞാൻ കുറച്ച് ഡാർക്കാണ് വെച്ചേക്കുന്നത്. ആൻഡ് ഐ മേക്കപ്പ് ആണെങ്കിലും കാണുമ്പോൾ ഭയങ്കര സംഭവമൊക്കെ തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. സിമ്പിളായിട്ടും നമുക്ക് ഒരുപാട് ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്മസ് പാർട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നൈറ്റ് ടൈം ആയാലും ശരി, ഡേ ടൈം ആയാലും ശരി, ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഭയങ്കര ഈസി പീസി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പം നമുക്ക് ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ്. നമ്മുടെ മേക്കപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഗുഡ് വൈബ്സിൻ്റെ പോമിഗ്രാനൈറ്റ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ജെല്ലി യൂസ് ചെയ്യുമ്പം നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജെല്ലി യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സും കൂടി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിവിടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. പ്രൈമറിന് വേണ്ടിയിട്ട് ഇവിടെ എൻവൈബയുടെ പ്രൈമറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സിലിക്കോൺ പേസ്റ്റ് പ്രൈമറാണ്, നല്ല അടിപൊളി പ്രൈമറാണ് കേട്ടോ. അത് എനിക്ക് പോഴ്സൊക്കെ ഉള്ള സ്ഥലത്ത് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എസ്പെഷ്യലി നമ്മൾ ഒരു പാർട്ടി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൈമർ ഈസ് എ മസ്റ്റ്. ഇനി ഞാനിവിടെ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഇങ്ങനെ ക്രീം ബേസ്ഡ് ഹൈലൈറ്ററാണ്. ഇത് ഞാൻ ജസ്റ്റ് ഫുൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബേസൊക്കെ നല്ല ഫ്ലോലെസ് ആയിട്ട് വരും. ഇനി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മേബ്ലിൻ ഫിറ്റ് മീയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡിൽ 310 സൺ ബേജ് ആണ്. അത് ഡോട്ടായിട്ട് ഫുൾ ഫേസിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഭയങ്കര ധൃതി പിടിച്ചും തിടുക്കത്തിലും ഒന്നും ചെയ്യരുത്. ബ്ലെൻഡിങ്ങിന് സമയം ആവശ്യമാണെങ്കിൽ അതിൻ്റെ ടൈം കൊടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ സ്കിന്നിൽ, അതായത് നമ്മൾ ഫേസിൽ ഫൗണ്ടേഷൻ ഇടുമ്പം ഇയേഴ്സിൽ ഇടാൻ മറക്കരുത്, ആൻഡ് നെക്കിലും ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫുൾ ടൈം എടുത്തിട്ട് തന്നെയാണ് ഫൗണ്ടേഷൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രഷ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈലൈറ്റിംഗ് കൺസീലറാണ് എടുത്തേക്കുന്നത്. ഹൈലൈറ്റിംഗ് കൺസീലർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസീലർ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എൻവൈബയുടെ ഒരു കൺസീലറാണ് എടുത്തേക്കുന്നത്. അത് അണ്ടർ ഐസിലും പിന്നെ നെറ്റിയിലും മൂക്കിൻ്റെ ആ ഒരു അവിടെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി മേക്കപ്പ് ആകുമ്പം നമ്മൾ ഒബ്വിയസ്ലി കുറേ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ബേസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ HD കോമ്പാക്റ്റ് പൗഡറാണ് എടുത്തേക്കുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു HD കോമ്പാക്റ്റ് പൗഡറാണിത്. നെക്സ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കോൺടോർ ചെയ്യാം. അപ്പോൾ കിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റ് ആൻഡ് കോൺടോർ പാലറ്റിൽ നിന്ന് ഈ ഏറ്റവും ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടോർ ചെയ്യാണ്. ഞാൻ ചീക്സിലും പിന്നെ നോസിലുമാണ് കോൺടോർ ചെയ്യുന്നത്. എൻ്റെ ഫേസ് കുറച്ച് റൗണ്ട് ആയത് കാരണം കോൺടോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ലിം ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ചിസൾഡ് ലുക്ക് നമുക്ക് നമ്മുടെ ഫേസിന് കിട്ടും.
നമ്മൾ കോണ്ടൂർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഷേപ്പ് കിട്ടും. അത് നല്ല രസമാണ് നമ്മൾ കോണ്ടൂർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ഫേസ് കാണാനായിട്ട് തന്നെ. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ പാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ്. നല്ല അടിപൊളി ഒരു പാലറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാലറ്റാണ്. അതിനകത്ത് എന്താ, ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ ആണ് ആദ്യമേ എടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഔട്ടർ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്പഞ്ച് ബ്രഷ് ടിപ്പുള്ള ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് കുറച്ചായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. പെയ്യാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ബ്ലെൻഡിങ് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ സമയമെടുത്തിട്ട് തന്നെ വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായി പോവും. ഞാൻ നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് അടുത്ത് വരുത്തുകയാണ്. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കളറ് എടുക്കുന്നുമുണ്ട്, എന്നിട്ട് അത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് എനിക്ക് എൻ്റെ ഡിസയേർഡ് ഒരു ഷെയ്ഡ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മാർസിൻ്റെ ഈ ഒരു ഗ്ലിറ്ററി ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് എടുക്കാൻ പോകുന്നത്. അത് എടുത്തിട്ട് ഞാൻ എൻ്റെ ഇന്നർ കോർണേഴ്സിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. പെയ്യെ കുറച്ചായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് കളർ എടുത്തിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, സോ ദാറ്റ് നമ്മുടെ ആ ബ്ലാക്കും ഈ ഒരു സിൽവർ കളറും കൂടെ ഒരുമിച്ച് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേക്ക് വർക്കിയുടെ ഒരു ലിക്വിഡ് ലൈനറാണ് ഇവിടെ എടുക്കുന്നത് ഐലൈനർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ടിപ്പ് നല്ല രസമാണ് കേട്ടോ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പം നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് നമ്മുടെ കണ്ണ് ലൈൻ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെറിയൊരു വിങ് ലൈനർ പോലെയാണ് ചെയ്യുന്നത്. വലിയ ഡ്രമാറ്റിക് വിങ് ലൈനർ അല്ല, ഒരു നോർമൽ രീതിയിലുള്ളൊരു വിങ് ലൈനറാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ലാക്മെ ഐക്കോണിക്കിൻ്റെ കേർലിംഗ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഫേക്ക് ലാഷസിൻ്റെ ആവശ്യം വരാറില്ല, കാരണം അത്രയും ഡാർക്കായിട്ടാണ് വരിക. ഇനി നമ്മൾ വാട്ടർ ലൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കളർ ഐലൈനർ പെൻസിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ യൂഷ്വലി ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ആണ് എടുക്കാറ്. ഞാനിവിടെ ഗ്രീൻ എടുത്തേക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ക്രിസ്മസ് ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ റെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു ഭംഗിയായാലോ, അത് കാരണമാണ് ഞാൻ ഗ്രീൻ എടുത്തത്. അപ്പോൾ ഗ്രീൻ ആകുമ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും. അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു കളറിനെയൊക്കെ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം ആ ഒരു ഗ്രീൻ കളർ കുറച്ചും കൂടി ഒന്ന് ഡെപ്ത് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം മാർസിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ആ ഗ്രീൻ കളർ എടുത്തിട്ട് ഒന്നും കൂടി ആ ലൈനറിൻ്റെ ഐലൈനർ പെൻസിലിൻ്റെ മുകളിൽ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഐലൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ ലാഷസിലും ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര എംപ്റ്റി പോലെ നമുക്ക് തോന്നും. ഇനി ബ്ലഷിന് വേണ്ടിയിട്ട് മിസ് റോസിൻ്റെ ഈ ഒരു ബ്ലഷ് പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് രണ്ട് ചീക്സിലും ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പാലറ്റാണ്, അത് കാരണം ജസ്റ്റ് ഒരു ലൈറ്റ് ഹാൻഡഡ്ലി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി മിസ് ക്ലെയറിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാണ്. ചീക്ക് ബോൺസിലും നോസിലും നെറ്റിയിലും ഒക്കെ. മീൻസ് ഒരു പാർട്ടി ആണല്ലോ, അപ്പം നമ്മൾ ഹൈലൈറ്റർ എത്ര യൂസ് ചെയ്താലും അത്രയും കുറവാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഹൈലൈറ്റർ യൂസ് ചെയ്തു. ആൻഡ് ഈ ഒരു ഹൈലൈറ്റർ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരുന്നൊരു ഹൈലൈറ്ററാണ്, അത് കാരണം കുഴപ്പമില്ല.
ഇനി നമ്മൾ ഫൈനലി ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ലാക്മേ 925-ൻ്റെ ആ ഒരു റേഞ്ചിലുള്ള പ്ലം ഫെദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇന്ന് യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻഡ് ആയിരിക്കും, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു നോക്കാം. നമ്മൾ എത്ര എളുപ്പത്തിലും ഈസി ആയിട്ടുമാണ് ഈ ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്തതെന്നുള്ളത്. ഈ ഒരു മേക്കപ്പ് ഒരുപാട് ഹെവി ആണെന്ന് തോന്നുന്നില്ല ഒരു ക്രിസ്മസ് പാർട്ടിക്ക് പോകാനായിട്ട്. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നോ ഡൗട്ട് കുറച്ച് ഹെവി സൈഡിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാം. മേക്കപ്പ് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് മെരി ക്രിസ്മസ്. ബൈ.